my beautiful souls, welcome back to my channel, and I'm so happy and excited to be here with another tarot reading, and I hope all my friends are safe and doing awesome today. So ഇന്ന് നമ്മൾ ടാരോറ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നത് യു വേഴ്സസ് ദം. നിങ്ങളുടെ സിറ്റുവേഷനും അവരുടെ സിറ്റുവേഷനും അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് എന്താണ് ആണ് നമ്മളിന്ന് ടാരോറ്റിൻ്റെ അടുത്ത് ചോദിക്കുന്നത്. സോ ഞാനിവിടെ 3 കാര്യങ്ങളാണ് എടുത്തു വെച്ചിട്ടുള്ളത്. സോ നമ്പർ 1, നമ്പർ 2 ആൻഡ് നമ്പർ 3. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ മനസ്സിൽ വിചാരിക്കുക, അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത കുറച്ച് മൊമെന്റ്സ് ഒക്കെ ചിന്തിക്കുക. സോ എന്നിട്ട് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ തോന്നുന്നത് എന്താണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യാം. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് വൈറ്റ് കളർ. So white color nail polish, think about your person, think about your situation. നിങ്ങളെ പറ്റി ആലോചിക്കുക, നിങ്ങളുടെ സിറ്റുവേഷൻ ആലോചിക്കുക, അവരുടെ സിറ്റുവേഷൻ ആലോചിക്കുക. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് what is your energy? You versus them. Versus them. You versus them. So what is your energy? What is your situation? What is your energy and what is your situation? You versus them. You versus them. Now ask നമുക്ക് അവരുടെ എനർജി എന്താ നോക്കാം. സോ ഇനി അവരുടെ സിറ്റുവേഷൻ എന്താ നോക്കാം. വാട്ട് ഈസ് ദെയർ സിറ്റുവേഷൻ ടാരോട്ട്? വാട്ട് ഈസ് ദെയർ സിറ്റുവേഷൻ? വാട്ട് ഈസ് ദെയർ സിറ്റുവേഷൻ? You versus them, guys. So definitely okay, maybe നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഓൾറെഡി. ഓക്കെ, സോ നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ചിലപ്പം. മേ ബി എന്താ പറയുക, റിലേഷൻഷിപ്പ് നിങ്ങൾ പറഞ്ഞ് എൻഡ് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാണ്. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ലൈഫിൽ, നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾ കോൺസ്റ്റന്റ്ലി അതിനെ പറ്റിയിട്ട് ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യത്തിന് പേടിയുണ്ട്. ഓക്കെ, കുറച്ച് കാര്യം ശരിയായിട്ട് വരുമോ എന്നൊക്കെ, എസ്പെഷ്യലി ലവിനെ പറ്റിയിട്ട് കുറച്ച്, അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ സ്നേഹം നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് പേടിയുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ എന്നാലും ആ ഒരു പേടി നിങ്ങളുടെ മനസ്സിലുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കുറച്ച് പേടിയുണ്ട്. സോ അതുപോലെ തന്നെ നിങ്ങളൊരു കറന്റ് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വ്യക്തിയുമായിട്ട് നിങ്ങൾ ചിലപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെ? സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു ക്ലാരിറ്റി, ആ ഒരു ഡീപ്പ് കോൺവെർസേഷൻ, അല്ലെങ്കിൽ സംസാരിക്കാൻ നിങ്ങൾക്ക് ആ ഒരു കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനുണ്ടാവും. സോ അതൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ വലിയ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് സംസാരിക്കണം, നിങ്ങൾ വളരെ ആഗ്രഹിക്കുന്നുണ്ടാവും ആ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കോള്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മെസ്സേജ്, അവരുടെ ഫിസിക്കൽ പ്രസൻസ്, ആ ഒരു പാഷൻ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ അടുത്തുണ്ട്, അല്ലേ? സോ നിങ്ങൾ ഈ വ്യക്തിനെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് ലൈഫിലേക്ക്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ വേറെ കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു വ്യക്തി നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങളിപ്പം ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോൺടാക്റ്റ് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് ആണ് വരാൻ പോകുന്നത്. ഓക്കെ, ഒരു ന്യൂ സ്റ്റാർട്ട് അല്ലെങ്കിൽ റീയൂണിയൻ, ഒരു പുതിയ സ്റ്റാർട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പ്, എസ്പെഷ്യലി അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ്. സോ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്ത പോലെ ആ ഒരു കോൺവെർസേഷൻ, ആ ഒരു പാഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. ഓക്കെ, ഈ വ്യക്തിയോടുള്ള ഒരു പാഷൻ, നിങ്ങൾക്ക് ഒരുപാട് പാഷൻ ഉണ്ടായിരുന്നു ഈ ഒരു വ്യക്തിയുടെ അടുത്ത്. അവരുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് ഒക്കെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടാവും, അവരുടെ അടുത്ത് സംസാരിക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷൻ, അതായത് നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മാറാൻ പോവാണ്. ഓക്കെ,
സോ അവരുടെ സിറ്റുവേഷൻ എന്താന്ന് വെച്ചാൽ മേ ബി നിങ്ങൾ ബ്രേക്കപ്പ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. സോ അവർക്കും ഇതുപോലെ നിങ്ങളുടെ കാര്യം പറഞ്ഞ പോലെ അവർക്കും സംസാരിക്കണമെന്നുണ്ട്. ആ ഒരു ക്ലാരിറ്റി അല്ലെങ്കിൽ മേ ബി അവർ ആ ഒരു റൈറ്റ് ടൈമിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കുകയായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം മേ ബി അവർ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പം എൻഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണെന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ അവർക്കും നിങ്ങൾക്ക് തോന്നുന്ന പോലത്തെ ഒരു പാഷൻ, ആ ഒരു സ്നേഹം, ആ ഒരു അട്രാക്ഷൻ, അഫെക്ഷൻ ഒക്കെ നിങ്ങളുടെ അടുത്തുണ്ട്, തിരിച്ചുണ്ട്. ഓക്കെ, നിങ്ങൾ രണ്ടാളും ആഗ്രഹിക്കുന്നുണ്ട്. ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് ചിലപ്പം എക്സ്പ്രസ് ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവരുടെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് ആ ഒരു ഫീലിങ്സ് നിങ്ങളുടെ അടുത്തുണ്ട്, ആ ഒരു അറ്റാച്ച്മെന്റ് നിങ്ങളുടെ അടുത്തുണ്ട്. നിങ്ങൾ ബ്രേക്കപ്പ് ഒന്നും അല്ലാന്നുണ്ടെങ്കിൽ പോലും ആ ഒരു തൽക്കാലത്തേക്കുള്ള ഒരു സെപ്പറേഷൻ കാണുന്നുണ്ട്. മേ ബി ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയിട്ട് മേ ബി ആ ഒരു ന്യൂ സ്റ്റാർട്ടിങ്ങിലേക്ക് പോകാം, അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി എൻഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആ ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ ന്യൂ സ്റ്റാർട്ടിലേക്കാണ് പോകുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ അടുത്ത് തോന്നുന്ന ഒരു പാഷൻ, ആ ഒരു ഫീൽ, ആ ഒരു സ്നേഹമൊക്കെ അവർക്കും നിങ്ങളുടെ അടുത്ത് തിരിച്ചുണ്ട്, ഈവൻ അവർ എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും. അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ ആഗ്രഹമുണ്ട്. ഓക്കെ, നിങ്ങൾ രണ്ടാളും മേ ബി നിങ്ങൾ രണ്ടാളും സംസാരിക്കുന്നുണ്ടാവില്ല, പക്ഷെ രണ്ടാളുടെ മനസ്സിലും സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് വരികയാണ്, എസ്പെഷ്യലി അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ അവരുടെ ഈ ഒരു സിറ്റുവേഷൻ മാറിയിട്ട് മേ ബി ഈ ഒരു റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാളും ജീവിതത്തിന്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് മൂവ് ചെയ്യാണ്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും സംസാരിക്കാൻ, അതായത് നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് സംസാരിക്കാനൊക്കെ ആഗ്രഹമുണ്ട്. മേ ബി ചിലപ്പോൾ നിങ്ങൾ ഇപ്പം കുറച്ച് ഫോക്കസ്ഡ് ആയിരിക്കും, നിങ്ങളുടെ സ്റ്റഡി അല്ലെങ്കിൽ ജോലി, കരിയർ ഒക്കെ ആയിട്ട് കുറച്ച് ഫോക്കസ്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ ഇവരും അവരുടെ ആ ഒരു ഫിനാൻഷ്യൽ കാര്യത്തിലൊക്കെ കുറച്ച് ഇൻവോൾവ് ആയിരിക്കും, അല്ലെങ്കിൽ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആവാനുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ ആയിരിക്കും. ഓക്കെ, ജോലി അങ്ങനത്തെ കാര്യത്തിലൊക്കെ ശ്രമിക്കുന്ന സമയമായിരിക്കും. സോ ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒരു തൽക്കാലത്തേക്കുള്ള ഒരു സെപ്പറേഷൻ പോലെയാണ് ഞാൻ കാണുന്നത്. കാരണം ഈ ഒരു സിറ്റുവേഷൻ്റെ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ ആ ഒരു മാറ്റം വരുന്നുണ്ട്, ഈ ഒരു റിലേഷൻഷിപ്പിലും ഒരു മാറ്റം വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങളാണ് കുറച്ചുകൂടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുപാട് ആഗ്രഹിക്കുന്നത് ഈ വ്യക്തിയുമായിട്ട് സംസാരിക്കാൻ. അവരുടെ ഒരു പാഷൻ അവരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഇവരെ നഷ്ടപ്പെട്ടു പോവാന്നൊക്കെ നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവും. ചിലപ്പം ആ പേടിയായിരിക്കും. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുമോ എന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, എസ്പെഷ്യലി അബൌട്ട് ദിസ് പേഴ്സൺ. നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു ആളാണ്. സോ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ, അല്ലെങ്കിൽ നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മേ ബി അവരുടെ ഒരു കോളോ അല്ലെങ്കിൽ മെസ്സേജോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസൻസോ ഒക്കെ നിങ്ങൾക്ക് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും പെട്ടെന്ന്. രണ്ടാൾക്കാർക്കും സംസാരിക്കാൻ ആഗ്രഹമുണ്ട്, രണ്ടാളും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, രണ്ടാളും നിങ്ങളുടെ ആ ഒരു പ്രസൻസ് നിങ്ങൾ രണ്ടാളും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവർ വിചാരിച്ചിരിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയിട്ടുണ്ടെന്നാണ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എന്താ പറയുക സ്റ്റോപ്പ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ എൻഡ് ആയിട്ടുണ്ടെന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അവർക്ക് നിങ്ങളോട് ആ ഒരു പാഷൻ ഉണ്ട്. സോ നിങ്ങളുടെ രണ്ടാളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. മേ ബി നിങ്ങൾ പഠിക്കുന്നൊക്കെ ഉണ്ടാവും. ഓക്കെ, മേ ബി ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള പഠനങ്ങൾ, മേ ബി കുറച്ചുകൂടെ ജോലിയിലൊക്കെ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിരിക്കും, കരിയർ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിക്കൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആൾക്കാരായിരിക്കും. സോ അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ അവരും അവരുടെ കുറച്ച് കാര്യത്തിലായിട്ട് ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആ ഒരു കോൺവെർസേഷൻ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ ഇടയിൽ വരുന്നുണ്ട്, നിങ്ങൾ പോലും എക്സ്പെക്ട് ചെയ്യാതെ. സോ അതൊക്കെയാണ് നമ്പർ 1 നിങ്ങളുടെ റീഡിംഗ്. സോ ഇത് നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് മാച്ച് ആയിട്ടുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അതർവൈസ് ഡോണ്ട് ഫോഴ്സ് യുവർ സെൽഫ് ടു മാച്ച് വിത്ത് ദ സിറ്റുവേഷൻ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു നമ്പർ 2. സോ നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ യു വേഴ്സസ് ദം. നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ യു വേഴ്സസ് ദം. It's coming, you versus them. Number 2. So number 2 select the alkar, you versus them. What is your energy and energy? Number 2, you versus them. Number 2, what is
is your energy? What is your current situation? And what is your current feeling? What is your current feeling? Again, manifestation, magician. What is your current feeling? Waiting, manifesting, and feeling that strong, deep connection, right? Okay, this is you, and what is their current feeling? What is their current situation? How do they feel for you? What is their current situation? What is their current situation? How do they feel for you? Okay. You both are waiting. നിങ്ങൾ രണ്ടാൾക്കാരും വെയിറ്റ് ചെയ്യാണ്. രണ്ടാൾക്കാരും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് വേദനിക്കുന്നുണ്ട്. ഓക്കെ, സോ യുവർ സിറ്റുവേഷൻ ഓർ യുവർ ഫീലിംഗ് ടുവേർഡ്സ് ദിസ് പേഴ്സൺ. ഓക്കെ, നിങ്ങളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ, ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്, നിങ്ങളുടെ ഫീലിങ്സ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. സോ നമ്പർ 2 സെലക്ട് ചെയ്ത ആൾക്കാർ, അഗെയിൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. ഓക്കെ, നിങ്ങൾക്ക് ആ ഒരു സോൾ കണക്ഷൻ, ആ ഒരു പാഷൻ, ആ ഒരു ലവേഴ്സ്, നിങ്ങളുടെ ആ ഒരു ലവർ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാർട്ട്ണറാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രോങ്ങസ്റ്റ് ഫീലിംഗ് ഒക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള വ്യക്തിയാണിത്. ഒരു അഡിക്ഷൻ, അട്രാക്ഷൻ എല്ലാം ഈ ഒരു വ്യക്തിയുടെ അടുത്ത് നിങ്ങൾക്കുണ്ട് അല്ലേ. സോ ആ ഒരു അറ്റാച്ച്മെന്റ്, ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ, അങ്ങനത്തെ കുറച്ച് ഫീലിങ്സ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് വളരെ കൂടുതലുണ്ട്. ആ ഒരു അറ്റാച്ച്മെന്റ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ അടുത്ത് ഭയങ്കരമായിട്ടുണ്ട്. മേ ബി യു ആർ ഓവർ അറ്റാച്ച്ഡ് വിത്ത് ദിസ് റിലേഷൻഷിപ്പ്. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു ലോകമാണ്, അല്ലെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. വേറെ ഒന്നും നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. ഓക്കെ, നിങ്ങൾ വിചാരിക്കുന്ന എന്താ, ഇത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളെ ഹാപ്പി ആക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ലൈഫ് ലോങ് നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ ലൈഫ് ലോങ് നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും. അങ്ങനത്തെ ഓരോ ചിന്തകളായിരിക്കും ചിലപ്പോൾ, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ, അങ്ങനത്തെ ഫീലിങ്സ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ടുണ്ടാവും അല്ലേ. സോ ഈ വ്യക്തിക്ക് നിങ്ങൾ ഓവർ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടാവും. കാരണം നിങ്ങൾ വിചാരിക്കുന്നത് ഈ ഒരു വ്യക്തിയാണ് നിങ്ങൾക്കെല്ലാം. ഓക്കെ, നിങ്ങൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ ഈ വ്യക്തി മാത്രം മതി, അവർ മാത്രം മതി നിങ്ങളെ സന്തോഷിപ്പിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഫീലിങ്സ് നിങ്ങൾക്ക് ലൈഫ് ലോങ് വേണം, അല്ലെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് ആ ഒരു സോൾ കണക്ഷനൊക്കെ നിങ്ങൾ തോന്നിയിട്ടുണ്ടാവും. മേ ബി യു തിങ്ക് ദിസ് പേഴ്സൺ ഇസ് യുവർ സോൾമേറ്റ്. ചിലപ്പോൾ ഇത് നിങ്ങളുടെ സോൾമേറ്റ് ആണ് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. സോ ഈ ഒരു നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിനെ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. മാനിഫെസ്റ്റ് ചെയ്യുന്ന പല രീതികളിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവും ഈ വ്യക്തിനെ. അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ അറിയാതെ ആണെങ്കിൽ, ഇപ്പം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾ സബ് കോൺഷ്യസ്ലി നിങ്ങൾ ഈ വ്യക്തിനെ നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിനെ. ഓക്കെ, ആ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ, ആ ഒരു ഫിസിക്കൽ അറ്റാച്ച്മെന്റ്, അല്ലെങ്കിൽ ആ ഒരു പാഷൻ ഒക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള വ്യക്തിയാണിത്. സോ മേ ബി അവർ നിങ്ങളെ പ്രപ്പോസ് ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു സ്നേഹം നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് ആ ഒരു സ്നേഹം നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്. ഓക്കെ, ആ സ്നേഹം നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്. പക്ഷേ നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളത് അവർക്ക് വളരെ പേടിയാണ്. സോ മേ ബി ഇപ്പം നിങ്ങളുടെ അടുത്ത് ആ ഒരു സ്നേഹം നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സ്നേഹം നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സ് ഒക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് ഒരു പേടിയുണ്ട്, മേ ബി നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുക. കാരണം മേ ബി നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, മേ ബി നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയുന്ന ആൾക്കാരായിരിക്കും. മേ ബി അങ്ങനത്തെ ഒരു പേടിയുണ്ട് അവർക്ക്, നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ അവർ ഒരുപാട് ഹേർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വഴക്ക് ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ സംസാരിച്ചിട്ട് വല്ല വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അവർക്ക് സംസാരിച്ച് മനസ്സിലാക്കി തരാനോ, അല്ലെങ്കിൽ സംസാരിച്ച് നിങ്ങളുടെ അടുത്ത് സംസാരിച്ച് ജയിക്കാൻ അവർക്ക് പറ്റുന്നുണ്ടാവില്ല. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അത് എക്സ്പ്രസ് ചെയ്യണമെന്ന് അവർക്ക് അറിയുന്നുണ്ടാവില്ല, നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അവർക്ക് അറിയുന്നുണ്ടാവില്ല. നിങ്ങളിപ്പം ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ.
ഓക്കെ. മേ ബി നിങ്ങൾ റിലേഷൻഷിപ്പിലാവാത്ത ആൾക്കാരായിരിക്കും. ഓക്കെ, സ്നേഹം ഉണ്ടാവും, പക്ഷെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കാലമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. നിങ്ങൾ റിലേഷൻഷിപ്പിൽ കുറച്ച് മാസത്തെ അല്ലെങ്കിൽ കുറച്ച് വർഷത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ടാവും. സോ അവർക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണമെന്നുണ്ട്. നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്ന അവർക്ക് അറിയില്ല, നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന അവർക്ക് അറിയില്ല. കാരണം മേ ബി അവർ നിങ്ങളെ ചിലപ്പം ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും എന്തെങ്കിലും വാക്കുകൾ കൊണ്ട്, അല്ലെങ്കിൽ സംസാരിച്ചിട്ട്. ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് മേ ബി എന്തെങ്കിലും സംസാരിച്ചിട്ട് അത് പ്രശ്നമായിട്ട് ചിലപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഓക്കെ, അപ്പം കുറച്ച് കൺഫ്യൂഷൻ ഒക്കെ വന്നിട്ടുണ്ടാവും ആ ഒരു റിലേഷൻഷിപ്പിൽ. അപ്പം അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുമ്പം അല്ലെങ്കിൽ ആ ഒരു ലവ് എക്സ്പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനെ റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന അവർക്ക് അതിനെപ്പറ്റി ആലോചിച്ചിട്ട് അവർക്ക് കുറച്ച് വിഷമമുണ്ട്. അവർ ആക്ച്വലി വളരെ എന്താ പറയുക, അത് ചിലപ്പോൾ ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട് അവർ. ഓക്കെ, അവർക്ക് ആ ഒരു സ്നേഹം നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ അവരുടെ ആ ഒരു പേടി അവരെ സ്റ്റോപ്പ് ചെയ്യാണ്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട്. മേ ബി അത് നിങ്ങളെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു വിചാരിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം ആ ഒരു പാസ്റ്റ് എക്സ്പീരിയൻസ് ആലോചിച്ചിട്ടായിരിക്കും. ഓക്കെ, ആ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കൊരു പേടിയുണ്ട്, എങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നറിയാത്ത. ഒന്നുകിൽ നിങ്ങൾ ലവ് എക്സ്പ്രസ് ചെയ്യാത്ത ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. ഇതുവരെ ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങൾ രണ്ടാളും ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ വ്യക്തിനെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു പാഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങളെ പറ്റുന്ന പോലെയൊക്കെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അതുപോലെ ഈ ആൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുടെ അടുത്തുണ്ട്. പക്ഷെ ഇവർക്ക് ആ ഒരു സ്നേഹം നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ അവർക്ക് ഒരു പേടി മീൻസ് മേ ബി അവർക്ക് നിങ്ങളെങ്ങനെ റിയാക്ട് ചെയ്യും അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യുന്ന അറിയാത്തതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം ഇവരെയും കാട്ടി കൂടുതൽ സംസാരിക്കുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, സോ അവർക്ക് എങ്ങനെ നിങ്ങളെ അടുത്ത് സംസാരിച്ച് നിൽക്കണം എന്നൊന്നും അറിയാത്ത ആൾക്കാരായിരിക്കും. മേ ബി നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കും പാസ്റ്റിൽ. ഓക്കെ, ഇതിന് മുന്നേ റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പം അവരുടെ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവൃത്തികൾ കൊണ്ടോ ഒക്കെ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. സോ നിങ്ങൾ എങ്ങനെ ഇപ്പോൾ റിയാക്ട് ചെയ്യുന്ന അവർക്കറിയില്ല. അവർ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെങ്ങനെ അവരുടെ അടുത്ത് റിയാക്ട് ചെയ്യുന്ന അവർക്ക് ആ ഒരു കാര്യമൊക്കെ ആലോചിച്ചിട്ട് അവർക്ക് കുറച്ച് പേടിയുണ്ട്. ഓക്കെ, ഇതിൽ നിങ്ങൾ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സോൾ കണക്ഷൻ ഈ ഒരു വ്യക്തിയുടെ അടുത്ത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഈ വ്യക്തിയാണ് നിങ്ങളൊരു ഹാപ്പിനെസ് എന്ന് വിചാരിക്കുന്ന ആളാണ് നിങ്ങൾ, അല്ലെ? നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കാതെ വെച്ചിട്ടുണ്ടാവും. ഈ വ്യക്തിക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ മേ ബി വേറെ ആരെങ്കിലുമൊക്കെ ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ലൈഫിൽ മാറ്റി വെച്ചിട്ടുണ്ടാവും. കാരണം നിങ്ങൾക്ക് ഈ ഒരു സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ളത് ഈ ഒരു വ്യക്തിയുടെ അടുത്താണ്. പക്ഷെ ഇവരെ വെച്ച് നോക്കുമ്പം അവർക്ക് നിങ്ങളുടെ അടുത്ത് ആ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ ചില കാര്യങ്ങൾ അവർ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. സോ അതാണ് ഇവരുടെ സിറ്റുവേഷൻ. ഓക്കെ, സോ നിങ്ങൾ തമ്മിൽ ആ ഒരു മേ ബി ആ ഒരു സോൾ കണക്ഷൻ, അല്ലെങ്കിൽ മേ ബി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും ഈ വ്യക്തി നിങ്ങളുടെ സോൾമേറ്റ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സോൾ കണക്ഷൻ തോന്നിയിട്ടുള്ള വ്യക്തിയാണ്, അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം. മേ ബി നിങ്ങളായിരിക്കും ഇവരെക്കാട്ടി കൂടുതൽ ആ ഒരു സോൾ കണക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഡെപ്ത്, ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഡെപ്ത് എന്താണെന്നൊക്കെ നിങ്ങളായിരിക്കും അവരെക്കാട്ടി കൂടുതൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം. ഓൾറൈറ്റ്, സോ അതാണ് നമ്പർ 2. നിങ്ങളുടെ റീഡിംഗ് നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ എടുക്കുക. ഓൾറൈറ്റ്, സോ ലെറ്റ്സ് മൂവ് ടു നമ്പർ 3. സോ നമ്പർ 3, ബ്ലാക്ക് സ്റ്റോൺ സെലക്ട് ചെയ്ത ആൾക്കാർ, യു വേഴ്സസ് ദം. ബ്ലാക്ക് സ്റ്റോൺ സെലക്ട് ചെയ്ത ആൾക്കാർ, നമ്പർ 3, യു വേഴ്സസ് ദം. Versus them. You versus them. Number 3, you versus them. Versus them. How do you feel towards this person? What is your current situation? What is your current feeling for this person? You versus them.
versus Sun. What is your current feeling? What is your current situation? Tarot. What is your current feeling and what is your current situation? Tarot. What is their situation? എന്താണ് അവരുടെ സിറ്റുവേഷൻ, അവരുടെ കറന്റ് ഫീലിംഗ് എന്താണ്? I need two more cards. What is your current feeling, current situation? Tarot. Here's two more cards. Their current feeling and current situation. Their current feeling and current situation. One more card. All right. You versus them. സോ ചിലപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ, കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ മേ ബി എസ്പെഷ്യലി അബൌട്ട് ദിസ് റിലേഷൻഷിപ്പ്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആലോചിച്ചിട്ട് യു ഫീൽ ഓവർ ബേർഡൻ ആയിട്ട് തോന്നുമല്ലോ നമ്മൾക്ക് എന്താ പറയുക പറ്റാത്ത, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് വിട്ട് കളയാണ്ട് നിങ്ങൾ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ മാക്സിമം അത് എന്താ പറയുക പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ. ഈവൻ എന്തൊക്കെ സ്ട്രഗിൾ ആയാലും പോലും നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ പിടിച്ചു നിൽക്കുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ. കാരണം നിങ്ങൾക്ക് ആ ഒരു പൊസസീവ്നെസ്, ആ ഒരു അറ്റാച്ച്മെന്റ് നിങ്ങൾക്ക് വിട്ട് കളയാൻ പറ്റുന്നില്ല അല്ലേ. സോ നിങ്ങൾ വളരെ അറ്റാച്ച്ഡ് ആണ് അതിൽ. നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ എത്ര എഫേർട്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വിട്ട് കളയാൻ തോന്നുന്നില്ല. ഓക്കെ, നിങ്ങൾ എത്ര കഷ്ടപ്പാടായാലും നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. മേ ബി ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്താലും അല്ലെങ്കിൽ എങ്ങനെയൊക്കെ പെരുമാറിയാലും നിങ്ങളുടെ ആ ഒരു സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കെയറിങ് കൊണ്ട് നിങ്ങൾ ആ ഒരു വ്യക്തിനെ മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മാറ്റിയെടുത്തിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾ കോണ്ടാക്ട് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കെയർ കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. നിങ്ങൾ മേ ബി എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവും നിങ്ങളുടെ ആ ഒരു കെയറിങ്, നിങ്ങളുടെ ആ ഒരു സ്നേഹമൊക്കെ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നുണ്ടാവും അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവും. അതിൽ നിങ്ങൾ ആക്ച്വലി ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ ആക്ച്വലി നിങ്ങളായിട്ട് ഇനീഷ്യേറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ ഒരു സിറ്റുവേഷനിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷൻ നിങ്ങൾക്ക് വിട്ട് പോകാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾ ഒരുപാട് അറ്റാച്ച്ഡ് ആണ്, നിങ്ങൾ ഒരുപാട് ഈ ഒരു വ്യക്തിയിൽ നിങ്ങൾ ഒരുപാട് പൊസസീവ് ആണ്, നിങ്ങൾക്ക് വിട്ട് കളയാൻ പറ്റുന്നില്ല. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾ ആ വ്യക്തിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം വിട്ടുപോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിനെ വിട്ടു പോകാൻ പറ്റുന്നില്ല അല്ലെ. ഒരുപാട് പൊസസീവ്നെസ് അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്, നിങ്ങൾക്ക് വിട്ടു കളയാൻ പറ്റുന്നില്ല. ഓക്കെ, സോ ഈ വ്യക്തിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കുള്ള ഒരു അവർക്ക് സ്നേഹമുണ്ട് നിങ്ങളുടെ അടുത്ത്, പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നത്ര ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ ആ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡീപ്പ് ഫീലിങ്സ് അവർക്ക് തോന്നിയിട്ടുണ്ടാവില്ല. ഓക്കെ, ഇമ്മെച്യൂർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ര ഒരു സീരിയസ്നെസ് അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. മേ ബി നിങ്ങൾക്ക് വർഷങ്ങളായിട്ട് അറിയാവുന്ന ആൾക്കാരായിരിക്കും, നിങ്ങളുടെ ക്ലാസ്മേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും, ഒരേ സ്കൂൾ അല്ലെങ്കിൽ കോളേജ്, എസ്പെഷ്യലി മേ ബി ചെറുപ്പം മുതലേ അറിയാവുന്ന ആൾക്കാരായിരിക്കും. ഓക്കെ, പക്ഷെ നിങ്ങൾക്കുള്ള ആ ഒരു സീരിയസ്നെസ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ എടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എടുക്കുന്ന എഫേർട്ട് അവർ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അവർ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യത്തിലൊക്കെ അവർ ആക്ച്വലി ജീവിതം ഒരുപാട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെ. അവർക്ക് ഒരുപാട് കാര്യത്തിൽ ചിലപ്പം മേ ബി അവരൊരുപാട് ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യത്തിൽ കുറച്ച് ഫോക്കസ്ഡ് ആയിരിക്കും. അവർക്ക് ആ ഒരു എൻജോയ്മെന്റ് ലൈഫിൽ ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ എൻജോയ് ചെയ്യുന്ന അല്ലെങ്കിൽ പാർട്ടിയൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ലെ. സോ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ കൊടുക്കുന്ന ആ ഒരു എഫേർട്ട് അല്ലെങ്കിൽ എന്താ പറയാ ആ ഒരു
നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിന് കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ആ ഒരു എഫേർട്ടൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ടാവില്ല. അവർ അത്ര ഒരു സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടാവില്ല ഈ റിലേഷൻഷിപ്പ്. അവർക്ക് സ്നേഹമുണ്ട്, പക്ഷെ അത്രമാത്രം സീരിയസ് അല്ല. നിങ്ങൾക്ക് തോന്നിയ അത്ര ഡീപ്പ് അല്ല. നിങ്ങൾക്ക് ആ ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്, ഈ ഒരു വ്യക്തിയായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ട്. സോ ഇവർക്ക് ആ ഒരു ഫ്രീഡം വേണം. അവർക്ക് ലൈഫിൽ വേറെ കുറെ കാര്യങ്ങളുണ്ട്. ജീവിതം കുറച്ചുകൂടെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ആ ഒരു സീരിയസ്നെസ് നിങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള ആ ഒരു സീരിയസ്നെസ് ചിലപ്പോൾ അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവില്ല. പക്ഷെ അവർക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ട്. പക്ഷെ മേ ബി അവർ എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു ഡിഫറെന്റ് വേയിലായിരിക്കും. ഓക്കെ, നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന വേയിലായിരിക്കില്ല അവർ നിങ്ങളുടെ അടുത്ത് അവരുടെ ഒരു സ്നേഹം എക്സ്പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലായിരിക്കില്ല അവർ നിങ്ങളുടെ അടുത്ത് ആ ഒരു സ്നേഹം ഓഫർ ചെയ്യാം. റൈറ്റ്. സോ അവരുടെ ലൈഫിൽ അവർക്ക് വേറെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുന്ന ടൈം ആയിരിക്കും ഇപ്പം. സോ അവർക്ക് ആ ഒരു ലൈഫാണ് അവരുടെ ലൈഫ് എന്ന് പറയുന്നത്. മേ ബി ഇപ്പോഴത്തെ സമയം അങ്ങനെ ആയിരിക്കും. അവർക്ക് ആ ഒരു ഫ്രണ്ട്സ്, ആ ഒരു എൻജോയ്മെന്റ്, പാർട്ടി, അങ്ങനത്തെ കാര്യങ്ങൾ. ഓക്കെ, അവർക്ക് നിങ്ങളടുത്ത് സ്നേഹമുണ്ട്, പക്ഷെ ആ ഒരു സീരിയസ് ഒരു ഇമ്മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ലൈക്കാണ്. അവർക്ക് ആ ഒരു സ്നേഹത്തിന്റെ ഡെപ്ത് എന്താണെന്ന് മനസ്സിലാവില്ല. നിങ്ങളോട് വളരെ സ്നേഹമുണ്ട്, പക്ഷെ അവരുടെ ലൈഫിൽ വേറെ കുറെ കാര്യങ്ങളുണ്ട്. അവരുടെ ലൈഫിൽ നിങ്ങളെക്കാട്ടിയും ചിലപ്പം പ്രയോറിറ്റീസ് കൊടുക്കുന്ന വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവാം. ഫ്രണ്ട്സിന്റെ കൂടെ സെലിബ്രേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് വളരെ ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ കോണ്ടാക്ട് ഒന്നും ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ സംസാരിക്കുന്നൊന്നുമില്ല അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, മേ ബി ഒരു റിലേഷൻഷിപ്പ് റീയൂണിയൻ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, മേ ബി ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ടാവും. അത് കാരണം അവർ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഒക്കെ തിരിച്ചറിഞ്ഞിട്ട് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. മേ ബി കുറച്ച് സമയം എടുക്കും, പക്ഷെ ആ ഒരു റീയൂണിയൻ, ഇപ്പം നിങ്ങൾ കോണ്ടാക്ട് ഒന്നും ഇല്ലാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു റീയൂണിയൻ, ഈ ഒരു റിലേഷൻഷിപ്പിൽ ആ ഒരു റീയൂണിയൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു റീയൂണിയനിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. മേ ബി അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും ഇപ്പം നിങ്ങൾ കോണ്ടാക്ട് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ. ഓക്കെ, കാരണം അവർ ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് എന്താന്നൊക്കെ തിരിച്ചു പറഞ്ഞിട്ട് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരിക. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അവർ ഒരു റീയൂണിയൻ ആഗ്രഹിക്കും. ഇപ്പം ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അവര് ഗ്രാജുവലി ആ ഒരു റീയൂണിയനിലേക്ക് വരും, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് റീയൂണിയനിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതാണ് നമ്പർ 3 നിങ്ങളുടെ റീഡിങ്സ്. ഇതൊക്കെ നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. കാരണം ഇതൊരു ജനറിക് റീഡിംഗ് ആണ്, എല്ലാവരുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം എടുക്കുക. സോ അടുത്തൊരു റീഡിംഗ് ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ.